MSc നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. ഞാൻ MSc നഴ്സിംഗിന് ശേഷം ഏകദേശം 5 ഇയേഴ്സ് അമൃതയിൽ തന്നെ ഉണ്ടായിരുന്നു. ബാലചേച്ചിയുടെ ഓഫീസിലാണ് വർക്ക് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസിലാണ്. ഇവിടെ അമൃതയിൽ നിന്നുള്ള ഒരുപാട് പേരുണ്ട്. എൻ്റെ സെയിം ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് ശരത്തും മൻസൂറും വർക്ക് ചെയ്യുന്നത്. പിന്നെ ബിനി, നീലിമ, ഷെറിൻ ഇവരൊക്കെ വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട് സെയിം ഹോസ്പിറ്റലിൽ. അപ്പോൾ കോളേജിനെ കുറിച്ച് ഒരുപാട് ഓർമ്മകളുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ് വളരെ വലുതാണ്. ഒരുപാട് സൂപ്പർ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റും. അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റീസ് അതെല്ലാം ഒരു മറ്റ് കോളേജസിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ വലുതാണ്. അപ്പോൾ പിന്നെ അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, നല്ല നല്ല ഓർമ്മകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കിട്ടിയിരുന്നു. അതായത് ഒരു വീഡിയോ റെക്കോർഡിങ് എക്സിബിഷൻ ഇതെല്ലാം കണ്ടക്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അന്ന് കിട്ടിയ അപ്രീസിയേഷൻസ് വളരെ വലുതായി തോന്നുന്നുണ്ട്. മാഡംസും അവിടുത്തെ ചേച്ചിമാരും എല്ലാവരും പറഞ്ഞ വാക്കുകൾ ഇന്നും ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളുടെ ഫർദർ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലുള്ള കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു സ്പിരിച്വൽ എൻവയോൺമെൻ്റ് ആണ്, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ എങ്ങനെയാണ് മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടതെന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഇപ്പോൾ അനില മാമിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മൾ മാഡത്തിൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന സമയത്ത് മാഡം പ്രത്യേകിച്ച് ഒന്ന് ചോദിക്കാറുണ്ട്. അതായത് എന്നെ കാണാനാണോ വന്ന് നിൽക്കുന്നത്, അത് ഒരുപാട് നേരമായി വന്നിട്ട് ഇതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരു സ്റ്റുഡൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെയുള്ള നമ്മുടെ പെരുമാറ്റത്തിലും ക്യാരക്ടറിലും അത് മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. അതെല്ലാം പറയാൻ ഈ സാഹചര്യത്തിൽ പറ്റില്ല. എന്തായാലും നമ്മുടെ കോളേജിൻ്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരെയും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു.